ഡൽഹിയിൽ ഡോക്ടറെ ആശുപത്രിക്കുള്ളിൽ വെടിവെച്ചു കൊന്നു. പരിക്കേറ്റ് ചികിത്സ തേടിയവരാണ് ആക്രമണം നടത്തിയത്. കാളന്തി കുഞ്ചിലെ നിമ ആശുപത്രിയിലാണ് നടുക്കുന്ന സംഭവം ഉണ്ടായത്. ആർ രാകേഷ് ചേരുകയാണ്. ആർ രാകേഷ്, എന്താണ് സംഭവിച്ചത്? ഈ ആക്രമിച്ചവരെ, ഈ വെടിവെച്ചു കൊന്നവരെ തിരിച്ചറിഞ്ഞോ? രാകേഷ്, രഞ്ജിത്ത്, ദാരുണമായ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന സംഭവമാണ് ഡൽഹിയിലെ കാളിന്തി കുഞ്ചിൽ ഉണ്ടായിരിക്കുന്നത്. നിമ ആശുപത്രിയിലാണ് ഈ സംഭവം നടന്നത്. അതായത് ഇന്നലെ രാത്രി 2 പേർ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. അതായത് കാൽമുട്ടിന് പരിക്കേറ്റു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 2 പേർ ആശുപത്രിയിൽ എത്തിയത്. തുടർന്ന് ഇവർക്ക് ഈ മരുന്ന് വെച്ച് നൽകി ഡോക്ടർ. അതിനുശേഷം ഇവർ ഡോക്ടർ ക്യാബിനിലേക്ക് പോയി. പക്ഷേ ഇവർ ഡോക്ടറെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ 2 പേരും ക്യാബിനകത്ത് പ്രവേശിക്കുകയും ഒപ്പം തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് മറ്റ് നഴ്സിംഗ് സ്റ്റാഫുകൾ ഈ ശബ്ദം കേട്ട് അവിടേക്ക് എത്തുമ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഡോക്ടറെയാണ് കണ്ടത്. പക്ഷേ ഈ അക്രമികൾ ഇതിനകം തന്നെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും 20 വയസ്സിന് താഴെയുള്ള 2 പേരാണ് എന്നാണ് ഡോക്ടർമാർ അല്ലെങ്കിൽ ഈ നഴ്സിംഗ് മറ്റംഗങ്ങൾ, ആശുപത്രിയിലെ മറ്റ് അധികൃതർ, നഴ്സിംഗ് സ്റ്റാഫുകളും മറ്റും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു 17-18 വയസ്സ് മാത്രമേ ഈ അക്രമികൾക്ക് ഉണ്ടാകൂ എന്നാണ് ഇവർ പറയുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഇവർ ആശുപത്രിയിൽ എത്തിയിരുന്നു, സമാനമായ രീതിയിൽ ആശുപത്രിയിൽ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ആസൂത്രിത കൊലപാതകമാണ് എന്ന് പോലീസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ജാവേദ് അക്തർ എന്നാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട ഡോക്ടറുടെ പേര്. ഈ 2 പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടൊരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധത്തിന് ഈ സംഭവം ഇടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയതാണ് കൊൽക്കത്തയിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകം. ആർജിക്കർ ആശുപത്രിയിലെ ഡോക്ടർമാർ കഴിഞ്ഞ ദിവസമാണ് പൂർണ്ണമായും സമരം പിൻവലിച്ചുകൊണ്ട് അവർ ജോലിയിൽ പ്രവേശിച്ചത്. അതുവരെ പണിമുടക്ക് തുടരുകയായിരുന്നു, മാസങ്ങളോളം പണിമുടക്ക് തുടരുകയായിരുന്നു. അവർ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ആവശ്യം തൊഴിലിടത്തെ സുരക്ഷ, ആശുപത്രികളുടെ സുരക്ഷയായിരുന്നു. അപ്പോൾ ഈ സംഭവം വരുമ്പോൾ അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. സുരക്ഷ, ഡോക്ടർമാരുടെ സുരക്ഷ എവിടെയെന്ന ചോദ്യം വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിനാണ് സാധ്യതയുള്ളത്. ഏതായാലും ഈ 2 പേരെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. രഞ്ജിത്ത്, ശരി. ആർ രാകേഷ് തുടരുന്നുണ്ട്. ദേശീയ വാർത്തകൾ. ഹരിയാന